Hi friends, welcome to my channel Fun Edu, Education through Fun. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്റേഴ്സിനും മാത്തമാറ്റിക്സിലെ നമ്പേഴ്സ് എഴുതാനും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ലൈൻസ് ആൻഡ് കർവ്സ് ആണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ലൈനിൻ്റെ പേരാണ് സ്റ്റാൻഡിങ് ലൈൻ. എഴുന്നേറ്റ് നിൽക്കുന്ന ലൈൻ, സ്റ്റാൻഡിങ് ലൈൻ. സ്റ്റാൻഡിങ് ലൈൻ നേരെ വെർട്ടിക്കലായിട്ട് നമ്മൾ വരയ്ക്കുന്ന ലൈനാണ് സ്റ്റാൻഡിങ് ലൈൻ. സ്റ്റാൻഡിങ് ലൈൻ എങ്ങനെ വരപ്പിക്കണം? കുട്ടികളെ കൊണ്ട് മേളിൽ നിന്ന് താഴേക്കുള്ള ഡയറക്ഷനിലേക്ക് തന്നെ വരപ്പിക്കാം. ഓക്കെ, അപ്വേർഡ് ടു ഡൗൺവേർഡ് ഡയറക്ഷൻ. വെറുതെ നമുക്ക് സ്കെയില് യൂസ് ചെയ്യണമെന്നില്ല. കുട്ടികളെ ഫ്രീ ഹാൻഡായിട്ട് വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാൻ പറയുക. ആൻഡ് നെയിം ഇറ്റ് ഓൾസോ ആസ് സ്റ്റാൻഡിങ് ലൈൻ. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡിങ് ലൈൻ ഒരു പേജ് നിറയെ വരപ്പിക്കാം. സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഡോട്ട്സ് ഇട്ടിട്ട് ഇപ്പം ഞാൻ വരയ്ക്കുന്നത് ഡോട്ട്സിന് പുറത്ത് പോകുന്നു. ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ഒരു പേജ് നിറയെ വരയ്ക്കാൻ പറയാം. സബ്സ്ക്രൈബേഴ്സിൽ കുറേ പേരൻസിൻ്റെ അടുത്ത് ചോദിച്ച കാര്യമാണ്. ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എഴുതാൻ കുട്ടികൾക്ക് ഇഷ്ടമാണ്, പക്ഷേ എഴുതുന്നില്ല, അല്ലെങ്കിൽ ഔട്ട് ഓഫ് 4 ലൈൻസ് അതിൻ്റെ ആ ഒരു ലിമിറ്റിനകത്ത് നിർത്താൻ പറ്റുന്നില്ല, എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അതിനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണിത്. ആദ്യം ലൈൻസിൽ നിന്ന് തുടങ്ങുക. ലൈൻസും കർവ്സും പഠിപ്പിച്ചതിന് ശേഷം അത് 4 ലൈൻ അല്ലാത്ത സാധാരണ ഒരു പേപ്പറിൽ വരപ്പിച്ച് ശീലിപ്പിച്ചതിന് ശേഷം പിന്നെ അവരെ 4 ലൈനിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുക. ആൽഫബറ്റ്സിന് വേണ്ടിയിട്ട്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം ദിസ് ആർ കോൾഡ്, ഞാൻ പേരൻസിന് വേണ്ടി എഴുതുന്നതാണ് സ്റ്റാൻഡിങ് ലൈൻസ്. ഓക്കെ, ഒരു പേജ് നിറയെ സ്റ്റാൻഡിങ് ലൈൻസ് വരപ്പിക്കാം. അതിനുശേഷം രണ്ടാമത് നമ്മൾ വരപ്പിക്കേണ്ടത് സ്ലീപ്പിംഗ് ലൈൻ, ഉറങ്ങുന്ന ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ. അത് നേരെ ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കുന്ന ലൈനിൻ്റെ പേരാണ് സ്ലീപ്പിംഗ് ലൈൻ. ഓക്കെ, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക സ്ലീപ്പിംഗ് ലൈൻ എന്നാണ് അതിൻ്റെ പേര്. ഇത് സ്കെയിലിൻ്റെ ഒന്നും ആവശ്യമില്ല, ഫ്രീ ഹാൻഡായിട്ട് ഒരു പേജ് നിറയെ സ്ലീപ്പിംഗ് ലൈൻസ് വരപ്പിക്കുക. സ്ലീപ്പിംഗ് ലൈൻസ് നേരെ വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് 4 ലൈൻ ഒന്നും വേണ്ട, അല്ലാത്ത സാധാരണ പേപ്പറിൽ സ്ലീപ്പിംഗ് ലൈൻസ് വരപ്പിക്കുക. പേജ് നിറയെ വരയ്ക്കാൻ പറയാം. ഓക്കെ, ദിസ് ഇസ് കോൾഡ് സ്ലീപ്പിംഗ് ലൈൻ. സോ നമ്മൾ എന്തൊക്കെ പഠിച്ചു? സ്റ്റാൻഡിംഗ് ലൈൻ ഓർ വെർട്ടിക്കൽ ലൈൻ ആൻഡ് സ്ലീപ്പിംഗ് ലൈൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ സെറ്റ് ഓഫ് ലൈൻസ്. സെറ്റ് ഓഫ് ലൈൻസ് ബിക്കോസ് there are 2 in number. They are called slanting lines. ചരിഞ്ഞിരിക്കുന്ന lines, slanting lines. So we have 2 types of slanting lines. One is like this, slanting line. കണ്ടില്ലേ? This is a one set of slanting line. ചരിച്ച് വരയ്ക്കുന്ന വര. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്ലാൻഡിങ് ലൈൻസ് നമുക്ക് എന്നുവെച്ചാൽ സ്ട്രെയിറ്റ് ലൈൻസ് ഒക്കെ വരയ്ക്കാൻ ഇല്ല, എല്ലാവരും പോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്ന കുട്ടി സ്ലാൻഡിങ് ലൈൻ വരയ്ക്കും. ഇത് നമ്മൾ പഠിപ്പിക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ അറിയരുത് നമ്മൾ ഇവരെ പഠിപ്പിക്കുകയാണ്. രസകരമായ രീതിയിൽ ഇത് ഹാൻഡിൽ ചെയ്യുക. ലൈക്ക് ഒരു പേജ് നിറയെ മോൾ ഇത് വരയ്ക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ മോൾക്ക് ഇത് വരയ്ക്കാൻ പറ്റുമോ, എന്നാ ഒന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് സൂത്രത്തിൽ അവരെ കൊണ്ട് വരപ്പിക്കുക. So this is called a slanting line. ഇത് ഒരു ഡയറക്ഷനിലുള്ള സ്ലാൻഡിങ് ലൈൻ ആണ്. ഇനി നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ചരിഞ്ഞിരിക്കുന്ന സ്ലാൻഡിങ് ലൈൻ എങ്ങനെയിരിക്കും? ലൈൻ സിമ്പിൾ. ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ഡോട്ട്സിലൂടെ സ്ലാൻഡിങ് ലൈൻ വരയ്ക്കാൻ പറയാം. ഫ്രീ ഹാൻഡ്. ഇത് നമുക്ക് എ ഒക്കെ എഴുതാൻ ആവശ്യമായിട്ടുള്ള, അപ്പോൾ നമ്മൾ സ്കെയിൽ വെച്ച് വരപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, ഫ്രീ ഹാൻഡ്. ഓക്കെ, സ്ലാൻഡിങ് ലൈൻസ്. അപ്പോൾ നമ്മളിപ്പം മൊത്തം എത്ര ലൈൻസ് പഠിച്ചു? എത്ര ടൈപ്സ് ഓഫ് ലൈൻസ് ആണ് കുഞ്ഞുങ്ങളെ കൊണ്ട് പഠിപ്പിക്കുന്നത്? One is
straight line or standing line. Another one is sleeping line. And another set is a set of slanting lines. Okay. ഈ മൂന്ന് സെറ്റും അവരെ കൊണ്ട് വരപ്പിക്കാം. ഇത്രയും ആയപ്പോൾ നമ്മുടെ ലൈൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ട് കേർവ്സും കൂടെ ഉണ്ട്. ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണെങ്കിലും നമ്പേഴ്സ് ആണെങ്കിലും വി നീഡ് കേർവ്സ് ഓൾസോ. കേർവ്സ് വളഞ്ഞു വരുന്നത് ഇപ്പോൾ ബി ഒക്കെ എഴുതി ബി ഡി സി എന്നൊക്കെ പറയുന്നത് കേർവ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ വി നീഡ് കേർവ്സ് ടു സ്റ്റഡി ഓൾസോ. ഫസ്റ്റ് സെറ്റ് ഇസ് ദിസ് കൈൻഡ് ഓഫ് സി എഴുതാൻ ആവശ്യമായിട്ടുള്ള കേർവ്സ്. സെക്കൻഡ് സെറ്റ് ഇസ് ഡി എഴുതാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുന്ന രണ്ട് കേർവ്സ്. ഓക്കെ. ഇത് കേർവ്സ് വരയ്ക്കാനും ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് സർക്കിൾസും കേർവ്സും വരയ്ക്കാൻ, ചിലർക്ക് മടിയായിരിക്കും. അപ്പോൾ ഇത് വരപ്പിക്കാനായിട്ട് ആപ്പിൾ, ഓറഞ്ച് അങ്ങനെയുള്ള ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഡോട്ട്സ് ഉള്ള പഴങ്ങളൊക്കെ കിട്ടും. അതിൽ വാങ്ങിച്ച് ഡോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞാലും മതി, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഡോട്ട്സ് ഇട്ട് കൊടുത്താലും മതി. This is one set of curves. Okay. One set of curves. Curves is രണ്ട് സെറ്റ് ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സും നമ്പേഴ്സും പഠിപ്പിക്കാൻ എളുപ്പമായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ചുമ്മാ ഉള്ള ഒരു പേപ്പറിലോ ബുക്കിലോ ആണ് എഴുതിപ്പിച്ചത്. വൺസ് ദേ ആർ റെഡി വിത്ത് ദിസ്, അതായത് സാധാരണ പേപ്പറിൽ അവർ എഴുതാൻ റെഡി ആണെന്ന് ഓക്കെ ആണെങ്കിൽ വി ക്യാൻ നൗ സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ടു കൺഫൈൻ ദം ടു റൈറ്റ് ഓർ ഡ്രോ സച്ച് ലൈൻസ് ആൻഡ് കേർവ്സ് ഇൻ എ 4-line ബുക്ക്. 4-line ബുക്കിലേക്ക് ഓൺലൈൻ ബുക്കിലേക്ക് നമ്മൾ കൺഫൈൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഉദ്ദേശം എന്താണ്? ക്യാപിറ്റൽ ലെറ്റേഴ്സ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം ആദ്യത്തെ 3 ലൈൻസിലെ ഈ സ്ലാൻഡിങ്ങും കേർവ്സും ഒക്കെ വന്ന് നിൽക്കാവുള്ളൂ. ഓക്കെ. സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഇങ്ങനെ വരയ്ക്കാൻ പറയാം. ഓക്കെ. ദിസ് ഇസ് സ്ട്രെയിറ്റ് ലൈൻ. സ്ലീപ്പിംഗ് ലൈൻ ആണെങ്കിൽ ഇങ്ങനെ വരയ്ക്കാൻ പറയാം. ക്യാപിറ്റൽ ലെറ്റേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് വരയ്ക്കാനുള്ളത്. സ്റ്റാൻഡിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, സ്ലാൻഡിംഗ് ലൈൻ. ഓക്കെ. Another set of standing line. Okay. Lines, then curves. Curves ഒക്കെ നമുക്ക് ഡി സി ഒക്കെ എഴുതാനാണ് കേർവ്സ് വേണ്ടത്. അപ്പോൾ ആദ്യത്തെ 3 ലൈൻസിൽ നിൽക്കുന്ന രീതിയിലുള്ള കേർവ്സ് അവരെ കൊണ്ട് വരപ്പിക്കുക. ആദ്യമേ 4 ലൈനിൽ കൺഫൈൻ ചെയ്യാൻ, ആദ്യമേ 4 ലൈനിൽ എഴുതിക്കുന്നതാണ് നല്ലത്. പക്ഷേ ചില പേരൻസ് ഇങ്ങനെ അവരുടെ വിഷമം പറഞ്ഞു, അവർ എഴുതാൻ ഇഷ്ടമാണ് പക്ഷേ ഉദ്ദേശിച്ച ലൈനിലകത്ത് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അവരല്ലാതെ ഫ്രീ ആയിട്ട് ക്രയോൺസോ പെൻസിൽ തന്നെ വേണമെന്നില്ല, പേന തന്നെ വേണമെന്നില്ല. ഇപ്പോൾ ഇതുപോലൊരു വൈറ്റ് ബോർഡ് ആണെങ്കിൽ യു ക്യാൻ ഗിവ് എ മാർക്കർ പെൻ, അതല്ലെങ്കിൽ ക്രയോൺസ് കൊടുക്കാം. അവരെടുത്ത് ജസ്റ്റ് സ്ലാൻഡിങ് ലൈൻസും സ്ട്രെയിറ്റ് ലൈൻസും ഒക്കെ വരച്ച് കേർവ്സ് ഒക്കെ വരച്ച് രസമാക്കി എടുത്തതിന് ശേഷം യു ക്യാൻ ജസ്റ്റ് കൺവേർട്ട് ദാറ്റ് ടു 4-line book. Okay. So thank you so much for watching. Next class, we will numbers or capital letters will start. Okay. Bye. Thanks.